ഫിലിപ്പിയർ 4:6. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഞാനിവിടെ പ്രസംഗിക്കാൻ എടുത്തിരിക്കുന്ന വിഷയം പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. നാം നമ്മുടെ അപ്പനോടും അമ്മയോടും ഫ്രണ്ട്സിനോടും കൂടി സംസാരിക്കുന്നത് പോലെ എപ്പോൾ വേണമെങ്കിലും ദൈവത്തോട് സംസാരിക്കാം. നമ്മുടെ വിഷമമുള്ള വേളയിൽ, സന്തോഷമുള്ള കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം തുറന്നു പറയാൻ പ്രാർത്ഥനയിൽ തുറന്നു പറയാം. നാം എന്തിനു പ്രാർത്ഥിക്കണം? ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും സഹായം ലഭിക്കാൻ, നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമിക്കാൻ, ഇതിനൊക്കെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നാം എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടെ നീതിയോടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം. രാവിലെ രാത്രി സന്തോഷമുള്ളപ്പോൾ, വിഷമമുള്ളപ്പോൾ എല്ലാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കൊരു വാക്യം വായിക്കാം. ദാനിയേൽ 6:10. ഇവിടെ നമുക്കൊരു ദൈവഭക്തനെ കാണാം. ആ ദൈവഭക്തന്റെ പേര് ദാനിയേൽ എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഇവിടെ ദാനിയേലിന്റെ ഒരു ശീലമായിരുന്നു ദിവസവും പ്രാർത്ഥിക്കുക എന്നത്. ദാനിയേൽ ഇവിടെ പ്രശ്നത്തിന്റെ ശക്തി കൂടിയപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയും കൂട്ടി. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ നൽകുക, അസാധ്യങ്ങളെ സാധ്യമാക്കും. പ്രാർത്ഥനയിലൂടെ ദൈവിക സമാധാനം ലഭിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കും. നമ്മുടെ വിഷയങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തോടെ ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ PAP എന്നുള്ളതായ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടിയൻ്റെ ഇത്രയും ചെറിയ പ്രസംഗത്തിൽ നിന്നിരുന്നുള്ളൂ.